ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിലെ മലയാളി സാന്നിധ്യമാണ് പ്രശാന്ത് ബി നായർ. മിഷന്റെ ഭാഗമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാൾ. ശാരീരികവും മാനസികവുമായ കഠിന പരിശീലനങ്ങളും പ്രത്യേക ഡയറ്റുമെല്ലാം ബഹിരാകാശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. ഒരു ഫൈറ്റർ പൈലറ്റിൽ നിന്നും ബഹിരാകാശ സഞ്ചാരിയിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ച്, അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് മാതൃഭൂമി.comനോട് മനസ്സു തുറക്കുകയാണ് അദ്ദേഹം. ഇന്ത്യയിലെ എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു മിഷനിലാണ് താങ്കൾ പങ്കാളിയായിട്ടുള്ളത്. എന്തായിരിക്കും സാറിൻ്റെ ഒരു റുട്ടീൻ? സാധാരണ മനുഷ്യനല്ലേ, ഞാൻ ആഹാരം കഴിക്കും, ഞാൻ കളിക്കും, ജോലി ചെയ്യും, ഞാൻ ഉറങ്ങും. സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി. പക്ഷെ ചെയ്യുന്ന ജോലി വേറെയാണ്. പിന്നെ കുറെ ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരവും വ്യത്യാസമുണ്ട്. മീനിങ് അതിൽ കുറെ കാലറി ഇൻടേക്കും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ ബോഡിയിൽ കുറെ ഇങ്ങനത്തെ എക്യുപ്മെന്റ് ഉണ്ട്. എൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ കുറേ ഹെൽത്ത് വെയറബിൾ മോണിറ്ററിങ് ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട് റിഗാർഡിങ് ഗഗൻയാൻ മിഷൻ്റെ ഇത് ഡിസൈൻ്റെ. കാരണം നമ്മളിപ്പോഴും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പുതിയ മെഷീനല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ ഇൻ്റർഫേസ്, ഇപ്പോൾ ഇമാജിൻ നമ്മളിപ്പോൾ പുതിയ കാർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും പിന്നെ അതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന അലോങ് വിത്ത് ഫാന്റാസ്റ്റിക് സയൻറ്റിസ്റ്റ് ഓഫ് ഇസ്രോ. പിന്നെ കുറേ ഔട്ട്റീച്ച് ഇവൻറ്റ്സ് ഉണ്ട്. ഞാൻ ഇന്നിവിടെ കൊച്ചിയിൽ ഔട്ട്റീച്ച് ഇവൻറ്റിന് വന്നിരിക്കുകയാണ്. ഔട്ട്റീച്ച് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയില്ലേ, നമുക്ക് എപ്പോഴും എൻ്റെ അമ്മ പറയുന്ന മാതിരി ക്രിക്കറ്ററും പൊളിറ്റീഷ്യൻസും പിന്നെ സിനിമക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ അവർ ചെറിയൊരു എക്സ്ട്രാ റോൾ, ഒരു ആസ്ട്രോനോട്ടായിട്ട് ഞാൻ കുട്ടികളോട് കുറേ സംസാരിക്കാറുണ്ട്. ആൻഡ് മെനി അതർ പീപ്പിൾ. ഇന്നിവിടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസേഴ്സിൻ്റെ ഗെറ്റ് ടുഗെദർ ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ എന്താണ് ആസ്ട്രോനോട്ട് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ചെറിയൊരു അവർക്കൊരു ട്രെയിലർ കൊടുക്കുന്നു. ഇപ്പോൾ സാറിപ്പോൾ ഇവിടെ പ്രസൻറ്റേഷനിൽ കാണിച്ചു ഒരു 2-3 വർഷം മുമ്പുള്ള സാറിൻ്റെ ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും. അപ്പോൾ എത്ര ഇൻറ്റൻസ് ആണ് ട്രെയിനിങ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആക്ച്വലി ഇൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓൾറെഡി വിചാരിച്ചാൽ ആ ഒരു ഡിസിപ്ലിനാണ്. ഞാൻ ഓൾറെഡി പട്ടാളക്കാരനാണ്. ഞാൻ വിചാരിച്ചു ഇതന്നെ എൻ്റെ മിഷനിൽ ആ ഒരു ഡിസിപ്ലിൻ വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. ഞാൻ 2 കൊല്ലം 3 കൊല്ലം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഈ ഒരു എയിം കിട്ടണമെന്നായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയും കുട്ടികളുണ്ട്, ഇന്നത്തെ ദിവസം കറക്റ്റായിട്ട് എല്ലാം ചെയ്യൂ. നാളത്തെ കാര്യം നാളെ നോക്കാം, നാളത്തെ ആദ്യം കറക്റ്റായിട്ട് ചെയ്യൂ. ഇടയിൽ കുറച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ആ ഒരു ആങ്സൈറ്റി വരും. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ആലോചിച്ചാൽ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരും. എന്നിട്ട് നമ്മുടെ പ്രീവിയസ് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ, ഹിസ്റ്ററി ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിപ്രഷനും വരും. ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം അച്ചീവ് ചെയ്യും. ലിവ് ഇൻ ദ മൊമെന്റ്. കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞ കുറേ വെയറബിൾസ് ഉണ്ട് ഫിസിക്കൽ ഇത് മെഷർ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. ഞാൻ റുട്ടീൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ് താങ്കളുടെ ഒരു ഡയറ്റ് പ്ലാൻ, എങ്ങനെയാണ് റിവീൽ ചെയ്യാവുന്ന കാര്യങ്ങൾ? എല്ലാം കറക്റ്റായിട്ട് നമുക്ക് എല്ലാ 6 മാസം നമുക്ക് ഫിസിക്കൽ ടെസ്റ്റും നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻസും ഉണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യണം. മനസ്സിലായിട്ട് കറക്റ്റായിട്ട് 100% ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് എങ്ങനെയായിരിക്കും പറഞ്ഞാൽ, ഇപ്പോൾ കാലറി ഇൻടേക്ക്, കാലറി ഔട്ട്പുട്ട്, പിന്നെ ഓരോ ആഹാരം കഴിക്കുമ്പോൾ കേറ്ററിങ് ടു നമ്മുടെ പെർട്ടിക്കുലർ ബോഡി ടൈപ്പ്. ഇപ്പോൾ എൻ്റെ മെഡിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരി എനിക്ക് കുറച്ചും കൂടെ അയൺ വേണം, എനിക്ക് കുറച്ചും കൂടെ മറ്റേ ഈ ഒരു പെർട്ടിക്കുലർ മഗ്നീഷ്യം വേണം, കാൽഷ്യം വേണം. അപ്പോൾ നമുക്ക് ഫുൾ ടീമുണ്ട്. അതനുസരിച്ചിട്ട് നമ്മുടെ ഡയറ്റ് പ്ലാൻ എല്ലാം പ്ലാൻഡാണ്. പക്ഷെ അതല്ലാണ്ട് ഞാൻ എല്ലാം കഴിക്കും. എൻ്റെ ഫേവറേറ്റ് ഫുഡ് കേരളത്തെ എല്ലാ ആഹാരവും സദ്യയും പൊറോട്ടയും എല്ലാം കഴിക്കും ഞാൻ. പക്ഷെ കറക്റ്റ് അമൗണ്ടിൽ കഴിക്കും. ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കൂ, കറക്റ്റ് ഓയിൽ യൂസ് ചെയ്യൂ. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇല്ല റൈസ് പറയും, നമ്മൾ ഒരുപാട് റൈസ് കഴിക്കാറുണ്ട് ഒരു കൾച്ചറിന്. റൈസ് കഴിക്കൂ, പക്ഷേ പച്ചക്കറികൾ കൂടുതൽ കഴിക്കൂ. എന്നിട്ട് സെയിം ആ ഒരു ആളുകൾ സാധാരണ നമ്മൾ ഇത്ര ചോറും കഴിക്കും, കുറച്ച് പച്ചക്കറിയും കഴിക്കും. അത് കുറച്ച് ഇൻവേർട്ട് ചെയ്യൂ. ഞാൻ കേരളത്തെ മാറി ഇത്ര പച്ചക്കറികളുടെ വെറൈറ്റി വേറെ എവിടെയും കിട്ടില്ല. അപ്പം ഞാൻ അവരെല്ലാം എൻജോയ് ആയിട്ട് കഴിക്കാറുണ്ട് ആൻഡ് കറക്റ്റ് അമൗണ്ടിൽ കഴിക്കാറുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുമ്പോൾ എയറോബിക് പ്ലസ് എനാറോബിക് ആണ്. പിന്നെ കുറേ ഹെൽത്തി ലിവിങ് ആൻഡ് ഹാബിറ്റ്സ്. ഇപ്പം നമുക്ക് ലേറ്റ് നൈറ്റും ഞാൻ ആഹാരം കഴിക്കില്ല. ആ ഒരു ടൈം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഓട്ടോമാറ്റിക്കലാവും. ജനറലി 6:30 7:30 ഇടയിലായിരിക്കും എൻ്റെ ഡിന്നർ. നെക്സ്റ്റ് മോർണിംഗ് 9-9:30 കറക്റ്റായിട്ട് കഴിക്കും, എൻജോയ് ചെയ്തിട്ട് കഴിക്കും. കഴിക്കുന്ന സമയത്ത് ഞാൻ മൊബൈലോ വേറെ ഒന്നും ചെയ്യില്ല, ഫുൾ മൈൻഡ്ഫുള്ളായി. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് രുചിയിൽ എവിടെയാണ്, നാക്കിലല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 ബൈറ്റിൽ മുൻകാൻ നോക്കും അല്ലേ. ഇവിടെ തൊട്ട് എന്തായാലും നമുക്ക് സ്വാദുമില്ല, ഒന്നുമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനാ അത് ചെയ്യുന്നത്. നമ്മൾ ഒരു 18-20 പ്രാവശ്യം ഇവിടെ തന്നെ ചവച്ചാറ് നമുക്ക് ഫുൾ രുചി ഇവിടെ കിട്ടില്ലേ. അതേ സമയത്ത് ഈവൻ സയൻറ്റിഫിക്കലി ഫുൾ ഡൈജഷൻ ഇവിടെ വരുമ്പോൾ സലൈവ കാരണം ബെറ്റർ ഡൈജഷൻ, ബെറ്റർ അബ്സോർപ്ഷൻ ഓഫ് ബോഡി ആവും. നമ്മൾ എന്തിനാണ് മീണിങ്ങനെ, കാരണം അത് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈൻഡ് ഈസ് ഡിസ്ട്രാക്റ്റഡ്. ഫോൺ നോക്കുന്ന സമയത്തും നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഭക്ഷണത്തിന് മൈൻഡ്ഫുൾനെസ് പറയില്ല. ഇതന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ആഹാരം, രുചിയിലെ ആഹാരമല്ലേ. ആ രുചിയിലെ ആഹാരം ഇവിടെയല്ലേ രുചിയില്ലൂ.
ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ കഴിക്കുമ്പോൾ ആലോചിച്ച് നിങ്ങൾ എത്രാമത്തെ ബൈറ്റിൽ മുഴുങ്ങാൻ നോക്കണമെന്ന് ആലോചിച്ച് നോക്കത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ തിങ്സ് ഇൻ ലൈഫ്. പിന്നെ എണ്ണ, നമ്മൾ നല്ല എണ്ണ കഴിക്കണം. ഏറ്റവും വലിയ കില്ലർ, കാരണം നമുക്ക് ഫുഡിൽ കാണുമ്പോൾ എണ്ണ കാണില്ലല്ലോ. ആക്ച്വലി സ്മോൾ തിങ്സ് ഇൻ ലൈഫ്. ഒരു 18-25 പ്രാവശ്യം ചവയ്ക്കുക, നല്ല എണ്ണ യൂസ് ചെയ്യുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല വായു ശ്വസിക്കുക. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഓൾറെഡി ഇൻബിൽട്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ, പക്ഷെ അത് മറന്നു. ഒരുപാട് ലേറ്റ് നൈറ്റിൽ ആഹാരം കഴിച്ചിട്ട് അപ്പം തന്നെ ഉറങ്ങുക, ഇതൊക്കെയാണ് പ്രശ്നം. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഹാബിറ്റ്സ് ഉണ്ടാവും. അത് നമ്മുടെ ഹാബിറ്റ്സ് അല്ല, നമ്മുടെ നാട്ടിൻ്റെ ഹാബിറ്റ്സ് അല്ല. ദാറ്റ്സ് ഇറ്റ്. സാറ് പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു എൻവയോൺമെന്റ് ഒരു ലക്ഷറിയാണ്, അതുപോലെ തന്നെ പീസ്ഫുൾ മോർണിംഗ് ഒരു ലക്ഷറി ആയിട്ട് പറയാറുണ്ട്. സാറിന്റെ മോർണിംഗ് എങ്ങനെയാണ്? ഒരു മോർണിംഗ് ഞാൻ ഒരു 5-5:30 ആകുമ്പോൾ എണീച്ചിട്ട് കുറച്ച് നേരം ജസ്റ്റ് ആ ഒരു മെഡിറ്റേഷനിൽ എൻ്റെ ഓൺ ടൈമിലിരിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ, നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ നോക്കുക. ആൻഡ് സച്ച് ബ്യൂട്ടിഫുൾ. അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ചായയോ കാപ്പിയോ മെല്ലെ കുടിക്കുക. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതായിരുന്നു. ഞാൻ പാലപ്പോൾ ആ സമയത്ത് എടുക്കില്ല, പക്ഷേ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ആ സമയത്ത് എടുക്കും. പിന്നെ എൻ്റെ ആ ഒരു മൈൻഡ് ചാർട്ട് ഔട്ട് ചെയ്യും ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ എക്സസൈസ് കുറച്ച് ചെയ്യും. പിന്നെ കുറച്ച് ഇങ്ങനെ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മൈൻഡിൽ ചാർട്ട് ഔട്ട് ചെയ്യും. പിന്നെ ഓരോ മെല്ലാതായിട്ട് ഓഫീസിൽ പോകേണ്ട സമയത്ത് അതിന് മുമ്പ് കുറച്ച് വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്യാനെങ്കിൽ മീറ്റിംഗ്സ് എല്ലാം ഷെഡ്യൂളും. ആൻഡ് ആസ് പെർ ഈച്ച് ഡേ വേറെ തന്നെ വ്യത്യാസമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ വെറൈറ്റിയുള്ള ജോലിയാണ് നമുക്കുള്ളത്. സോ ബേസിക്കലി ഡേൻ്റെ തുടക്കം പറഞ്ഞാൽ ഇറ്റ് ഈസ് ലുക്കിംഗ് ഇൻ ടു യുവർ സെൽഫ്. നമ്മൾ എണീച്ചപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇന്ന് നമ്മൾ എണീച്ചുമല്ലോ. നമുക്ക് ഇതൊക്കെ നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. എൻ്റെ ടോക്കിൽ പറയുന്നത് കുറേ കാര്യങ്ങൾ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കും നമ്മുടെ ലൈഫിൽ. നമുക്കത് ഭയങ്കര പ്രശ്നമാകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടുമല്ലോ. അങ്ങനത്തെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാറുണ്ട് ഇന്നും എണീച്ചല്ലോ രാവിലെ എന്ന്, പുതിയൊരു ദിവസം. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ തന്നെ നോക്കുമ്പോൾ ആ ഒരു ജേർണലിങ് ആൻഡ് നോയിങ് യുവർ ഓൺ ജേർണി, അതന്നെ എൻ്റെ തുടക്കം. സാർ ഒരു ഫൈറ്റർ പൈലറ്റായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ആസ്ട്രോണോട്ട് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഈ മൈൻഡ് സെറ്റ് എന്ത് ചേഞ്ചാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് കുറേ എന്നെ സെലക്ട് ചെയ്ത് വെറുതെ കുറേ സൈക്കോളജിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു സെലക്ട് ചെയ്യാൻ, ഭയങ്കര ഡീപ്പ് സെലക്ഷന്. അതേ സമയത്ത് ഇപ്പോഴും കണ്ടിന്യൂസ് സൈക്കോളജിക്കൽ എക്സാമിനേഷൻസ് ഉണ്ട്. കാരണം ഈ ഒരു മിഷനിലിരിക്കാൻ അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ സെലക്ഷന് ഫൈറ്റർ പൈലറ്റ് ടു ആസ്ട്രോണോട്ട് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ തരാം. നമ്മൾ ഫൈറ്റർ പൈലറ്റ് എന്ന് പറയുമ്പോൾ സർട്ടൻ ലെവൽ ഒരു മാക്സിമം 20-25 കിലോമീറ്റേഴ്സിൻ്റെ വ്യൂ അല്ലേ കിട്ടുള്ളൂ. ആസ്ട്രോണോട്ട് പറയുമ്പോൾ അതിനെക്കാട്ടുള്ള വ്യൂ. അപ്പോൾ നമ്മുടെ ലൈഫ് അതനുസരിച്ചിട്ട് വളരണം. അപ്പോൾ അതിൻ്റെ മനസ്ഥിതി അത് മാറി വേണ്ടേ. സോ ഇറ്റ് ഈസ് ഓൾ ഇൻസൈഡേഴ്സ്. നമ്മൾ തന്നെ നമ്മുടെ ജോലിയിൽ ചിലപ്പോൾ വിചാരിക്കണം കുറച്ചും കൂടെ വലുത് ചിന്തിക്കണം എന്ന്. വലുത് പറഞ്ഞാൽ നമ്മൾ വലിയ ആളല്ല, എല്ലാവരുടെ കാര്യം കുറച്ചും കൂടെ നോക്കണം എന്ന്. ആ ഒരു മോർ എഗാലിറ്റേറിയൻ, നമ്മളെല്ലാം ഒന്നിന്, അത് വെറും ഫിലോസഫി അല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് കുറേ ആൾക്കാരെ ബാധിക്കും. ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഷിഫ്റ്റാണ് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്. ആ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ സാറിപ്പോൾ സംസാരിക്കുമ്പോൾ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ജോബാണ് സാറിന് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടെ വരുന്നു ആളുകൾ സെൽഫി എടുക്കാനായിട്ട് വരുന്നു. എത്ര പേരുണ്ട്, അവർക്ക് എല്ലാവരോടും എന്താണ് ആരെങ്കിലും മടിച്ചു നിന്നാൽ പോലും അവരടുത്ത് വിളിച്ച് എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സെൽഫി എടുക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ടഫസ്റ്റ് എൻവയോൺമെൻറ്റിലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാൻ, സ്മൈൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം ഞാൻ അത് ടഫായിട്ട് ഒരിക്കലും കരുതുന്നില്ല. ഞാനെപ്പോഴും വിചാരിച്ചു നിങ്ങൾ ചെയ്യുന്ന ഷിഹാബ് ചെയ്യുന്നത്, ശ്യാമ ചെയ്യുന്ന റോൾസ് ഒക്കെയാണ് ഇവിടെ ക്യാമറയുടെ ബിഹൈൻഡ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈസി ജോബാണ്. നമ്മൾ കിട്ടുന്ന ജോബ് ഞാൻ എപ്പോഴും പറയും, നമ്മൾ എങ്ങനത്തെ ജോബാണ് നമ്മുടെ ലൈഫിൽ സെലക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാ അറിയോ? ഒരു മൺഡേ മോർണിംഗ് എണീച്ചിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറയുന്ന ജോബാണ് നമ്മുടെ ജോബ്. അല്ലെങ്കിൽ ഒരിക്കലും അത് തലവേദന ആവാൻ പാടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്താണ് വേറെ ആൾക്കാർ ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യാത്തതെന്ന്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഇപ്പോൾ ജോലി എന്താണ്, ഞാൻ യങ്സ്റ്റേഴ്സിനും നമ്മുടെ ഓൺ സിറ്റിസേഴ്സിനും ഒരു മോട്ടിവേഷനായിട്ട് ഇരിക്കണം. ദാറ്റ് വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അമ്മ എപ്പോഴും പറയും വെറും ക്രിക്കറ്റേഴ്സും സിനിമക്കാരും പൊളിറ്റീഷ്യൻസ് മാത്രമേ, നമുക്ക് വേറെ ആൾക്കാരുണ്ട്. നമ്മുടെ സയൻറ്റിസ്റ്റ്, നമ്മുടെ ഡോക്ടേഴ്സ്, ചിലപ്പോൾ ആസ്ട്രോനോട്ട്, നമ്മുടെ ജേർണലിസ്റ്റ്, ഇവരും ഹീറോസ് തന്നെയല്ലേ. അപ്പോൾ ആ ഒരു റോൾ തരുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു മോട്ടിവേഷൻ വന്നിട്ട് ചോദിക്കുമ്പോൾ അത് ചിരിച്ചുകൊണ്ടല്ലാണ്ട് പിന്നെ വേറെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കോവിഡ് സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യമാർ വേറെ ഭയങ്കര കമ്മി കൺട്രിയൊക്കെ സ്വന്തം കോവിഡ് വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി വേണം, അത് നമ്മൾ ചെയ്തു. അത് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, നമുക്ക് കിട്ടുന്ന മുമ്പ് തന്നെ നമ്മുടെ സർക്കാരും നമ്മുടെ എല്ലാവരും സിറ്റിസൺസും ബാക്കി ആൾക്കാർക്ക് ആദ്യം കൊടുത്തു. ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ അത് ആലോചിക്കുക. അതിന് നമ്മുടെ ഫിലോസഫി എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. അതേ സമയത്ത് ബാക്കി കൺട്രീസ് ഇൻക്ലൂഡിങ് അമേരിക്ക അവർ പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ സിറ്റിസൺസ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എല്ലാവർക്കും കൊടുക്കുള്ളൂ. അതുമാത്രമല്ല അവിടുത്തെ ഗവൺമെൻറ് അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ സിറ്റിസൺസ് ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടാവും.
നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ അതിനും നമ്മുടെ പവർ നമുക്കേ അറിയില്ല. അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം അതിൻ്റെ കാര്യം ഇപ്പം നോക്കിയോ, നമ്മുടെ ചുറ്റും എല്ലാവർക്കും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഒന്നുകിൽ യുദ്ധം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം. ഞാൻ എപ്പോഴും പറയും, ഈ ഒരു നാട് കാരണമാണ് നമ്മളുള്ളത്. നമുക്ക് കുറേ കാര്യങ്ങൾ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ മറക്കും അത് എപ്പോഴും ഓർമ്മിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇത് എത്ര വലിയൊരു കൺട്രി. ഞാൻ വിത്തിൻ ഇന്ത്യ നമ്മൾ ജനിച്ചു, 8 ബില്യൺ പോപ്പുലേഷൻ, 1.4 ബില്യൺ വിത്തിൻ ഇന്ത്യ. ഞാൻ വെച്ചാൽ നിങ്ങൾ കേരളത്തിലാണ്. ആലോചിച്ച് നോക്ക്, പുറത്ത് നമ്മളിപ്പോൾ പോയാൽ അവിടെ കായലുണ്ട്, പുറത്ത് ഇത്ര സദ്യക്കും പിന്നെ വേറെ എന്തൊക്കെ ആഹാരങ്ങൾ നമുക്ക് കഴിക്കാണ്ട്, എല്ലാ മതത്തിലുള്ള ആൾക്കാരുണ്ട്, നമുക്ക് എന്തൊക്കെ സിനിമകളുണ്ട് കാണാൻ, നമുക്ക് ഒരു സൈഡിൽ മല, മറ്റേ സൈഡിൽ എന്താണ് ഓഷന്, പിന്നെ റിവേഴ്സ് ഇൻ ബിറ്റ്വീന്, കിട്ടാത്ത വെജിറ്റബിൾസ് ഇല്ല അവിടെ. എന്ത് സുഖമായിട്ട് നമ്മൾ ജീവിക്കുന്നു. പക്ഷെ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഞാൻ പറയുകയാണ്, ഈ ഒരു ജോയ് എന്താ കാരണം നമ്മൾ ഇത്ര കാലത്തിന് പരമ്പര കാരണം നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് കിട്ടുന്നത്. ഞാൻ കുട്ടികൾ അത് മറക്കണ്ട. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കാനും നമുക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോകാൻ പറ്റും, അവിടെയൊക്കെ പോയിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ എല്ലാവിടെ പോയാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു നാടിന് ഏറ്റവും വലിയ നാടാണ്. ആ ഒരു എനർജി എപ്പോഴും ഉള്ളിൽ വെച്ചിട്ട് വേറെ എന്ത് ചെയ്താലും നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അവസാനമായിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്ലസൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിനിമയെ കുറിച്ച് പറഞ്ഞു, വലിയൊരു ജഗതി ഫാനാണെന്ന്. ജഗതി ചേട്ടൻ മാത്രമല്ല, കുറെ ഇന്നസെന്റ് ചേട്ടന്റെ എല്ലാവരുടെയും ഫാനാണ്. എപ്പോഴാണ് സിനിമ കാണാനായിട്ട് സമയം കിട്ടുന്നത്? എങ്ങനെയാണ്? എന്ത് സിനിമകളൊക്കെ കാട്ടും ഞാൻ കാണുന്നു എപ്പോഴും. ഞാൻ ലെനയെ കാട്ടും സിനിമകൾ ഞാനാ കാണാറില്ല, മുമ്പ് തൊട്ട് കാണാറുണ്ട്. എനിക്ക് വലിയ സ്ട്രെസ് ബസ്റ്റേഴ്സ്, നമ്മുടെ പ്രിയദർശൻ സാറിന്റെയും സത്യനന്ദിക്കാട് സാറിന്റെയും പിന്നെ എല്ലാ സിനിമകളും, പിന്നെ നമ്മുടെ പാട്ടുകളും എല്ലാം. അപ്പൊ ഇന്നും കൂടെ ഞാൻ മറ്റേ മഴ വീണും മത്തളം കൊട്ടണം ആ സീന് കാണായിരുന്നു. അതെങ്ങനെ ചിരിക്കാണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആട്, പിന്നെ അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയും, മലയാളം കോമഡിയാണ് ബെസ്റ്റ് കോമഡി എന്ന് വേൾഡ്. അത് വേറെ ഏത് ഇതിലെടുത്താലും ആ ഒരു ഇത് കിട്ടില്ല. അപ്പൊ എനിക്ക് ആ ഒരു എന്താണ് മലയാളം കോമഡി എൻ്റെ സ്ട്രെസ് ബസ്റ്റർ. അതിൽ കുറെ തത്വങ്ങളും കിട്ടും. നമ്മുടെ സലീം കുമാർ ഏട്ടൻ്റെ കുറെ തമാശകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫിലോസഫിയാണോ തമാശനോ എന്ന്. അപ്പൊ ഞാൻ പറയും, ശരിക്കും ഇതിലും നമ്മൾ വേറെ കുറെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് മലയാളം സിനിമ ഡയലോഗ് വല്ലതും കുറെ ഉണ്ട്. എനിക്കിത് ഇന്നാളെ മറ്റേ എന്താണ് ചതിക്കാട്ട് ചന്തുണ്ട് ഞാൻ കണ്ട മൈക്കിൾ ജാക്സൺ, ഇത് ഒരു മുദ്ര, ഇത് ദ്വിമുദ്ര, ചിരിച്ചു മതി. അത്രയും എനിക്ക് പറയാൻ. ഓക്കെ, അപ്പോൾ മലയാള സിനിമ താങ്കളുടെ ഒരു സ്ട്രെസ് പ്രസ്താവനയിൽ നമുക്കും സന്തോഷമുണ്ട്. എന്തായാലും വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സർ.